കണ്ണൂർ നഗരത്തെ വിറപ്പിച്ച വീണ്ടും തെരുവുനായ ആക്രമണം. ഇന്ന് രാവിലെ 15 പേർക്ക് കടിയേറ്റു. ഇന്നലെ 50 പേർക്ക് കടിയേറ്റിരുന്നു. നഗരത്തിൽ നിന്ന് 5 തെരുവ് പട്ടികളെയും പിടികൂടി. തെരുവുനായ ശല്യത്തിനെതിരെ ജനരോഷം ശക്തമായിട്ടുണ്ട്. മനോജ് മെയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഇന്നലെ ഏകദേശം 50 പേർക്കോളം തെരുവുനായയുടെ കടിയേറ്റിരുന്നു. ഇന്ന് 15 പേർക്ക് കൂടി കടിയേറ്റു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ജനങ്ങൾ ആകെ ഭീതിയിലാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കൃഷ്ണന്തു, കണ്ണൂർ നഗരം കഴിഞ്ഞ 24 മണിക്കൂറായി തെരുവുനായ ഭീതിയിലാണ്. ഇന്നലെ 50-ലധികം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഇന്ന് രാവിലെ മുതൽ തെരുവുനായ വീണ്ടും ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. 15 പേർക്ക് ഇന്ന് രാവിലെ മാത്രം കടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. താവക്കര ബസ് സ്റ്റാൻഡ് പരിസരം, SBI റെയിൽവേ സ്റ്റേഷൻ, പ്ലാസ, പ്രഭാത് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ഈ തെരുവുനായ ആളുകളെ കടിച്ചത്. പിറകിൽ നിന്ന് വന്ന് കാലിന് ക്കുന്ന ഒരു രീതിയാണ് ഈ ഇന്നലെ മുതൽ കാണുന്നത്. ഇന്നും അതേ രീതിയിൽ തന്നെ കാലിനാണ് പലർക്കും പരിക്കേറ്റിട്ടുള്ളത്. ജില്ലാ ആശുപത്രിയിൽ രാവിലെ മുതൽ കടിയേറ്റവർ എത്തുകയാണ്. അവർ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കുകയാണ്. ഇന്ന് കടിയേറ്റവരിൽ ഭിന്നശേഷിക്കാരനായ തോട്ടടയിലെ ജാസ് എന്ന ആളുമുണ്ട്. കാൽനട യാത്രക്കാരാണ് ഈ കടിയേൽക്കുന്നവരിൽ ഭൂരിഭാഗവും. ഷോപ്പുകളിൽ ജോലിക്ക് എത്തുന്നവർക്കും കടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോഫി ഹൗസ് ജീവനക്കാരൻ ഉൾപ്പെടെ ഇന്നലെ കടിയേറ്റിരുന്നു. ഇന്നലെ വൈകിട്ടും നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഈ നായയെ പിന്നീട് താവക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ രാവിലെ മുതൽ ആളുകളെ കടിച്ച പട്ടിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ പട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇന്നലെ തന്നെ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ശ്രമം തുടങ്ങിയിരുന്നു. പക്ഷേ ഇതുവരെ ആ പട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടാണ് കോർപ്പറേഷൻ അതിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി വരുന്നത്. ഈ ഭീതിയോടെയാണ് ആളുകൾ ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ എത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ വിടാൻ പോലും രക്ഷിതാക്കൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ മുതൽ രക്ഷിതാക്കൾ അടക്കം കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ പോലീസിനെ വരെ ഈ കണ്ണൂർ നഗരത്തിലൊക്കെ പല സ്ഥലങ്ങളും വിദ്യാർത്ഥികളൊക്കെ വരുന്ന ഇടങ്ങളിലൊക്കെ പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ACP പ്രദീപൻ കണ്ണിപ്പോലിന്റെ നിർദ്ദേശപ്രകാരം അത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികളൊക്കെ പല ഭാഗങ്ങളിലായി സ്ക്വാഡുകളായി തിരിഞ്ഞ് ഈ ആക്രമണം നടത്തുന്ന തെരുവുനായയെ കണ്ടെത്താനുള്ള ഒരു ശ്രമവും നടത്തി വരുന്നുണ്ടെന്നാണ് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ഒരു ഭീതി, ആ ഭീതി ഇതുവരെ അകന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ തെരുവുനായ ശല്യം രൂക്ഷമായതോടെ ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ പട്ടിപിടുത്തവും ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ നഗരത്തിൽ നിന്ന് 5 പട്ടികളെ പിടികൂടി. ഇവയെ പടിയൂരിലെ ABC കേന്ദ്രത്തിൽ എത്തിക്കും. തെരുവുനായ ശല്യത്തെ ചൊല്ലി കണ്ണൂർ ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും തമ്മിൽ പോരും രൂക്ഷമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നഗരത്തിലെ തെരുവുനായ ശല്യം നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം കോർപ്പറേഷനാണ് എന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി പറയുന്നത്. ഈ തെരുവുനായ ശല്യം നിയന്ത്രിക്കുക എന്നത് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഉത്തരവാദിത്വത്തിലും പെട്ട കാര്യമല്ല. അത് അതത് തദ്ദേശ സ്ഥാപനം ചെയ്യേണ്ട കാര്യമാണ്. അതായത് കണ്ണൂർ നഗരത്തിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കണ്ണൂർ കോർപ്പറേഷനാണ്. ഈ കടിയേറ്റവർ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികളൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും കണ്ണൂർ കോർപ്പറേഷന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അഡ്വക്കേറ്റ് KK രത്നകുമാരി വ്യക്തമാക്കുന്നത്. അതേസമയം കോർപ്പറേഷൻ പറയുന്നത് ABC, അതായത് ഇതിന്റെ പ്രചരണമൊക്കെ തടയുന്നതിനുള്ള ചുമതല ജില്ലാ പഞ്ചായത്താണ് പടിയൂരിൽ ABC കേന്ദ്രം തുടങ്ങിയത്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പണം നൽകുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ 10 ലക്ഷം രൂപ ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയുക എന്ന ചോദ്യമാണ് മേയർ മുസ്ലിം മഠത്തിൽ ചോദിക്കുന്നത്. അങ്ങനെ ഈ ജില്ലാ പഞ്ചായത്തും കണ്ണൂർ കോർപ്പറേഷനും തമ്മിൽ പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യം. ജനങ്ങളാകെ രോഷത്തിലാണ്. കാരണം ഭയമില്ലാതെ കണ്ണൂർ നഗരത്തിൽ പോലും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ തെരുവുനായയെ കൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും രോഷത്തോടെ ആളുകൾ പറയുന്നത്. ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണണം, ഇല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ പോകും എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം, UDF ആണെങ്കിൽ ജില്ലാ പഞ്ചായത്തിനെയും LDF ആണെങ്കിൽ കോർപ്പറേഷനെയും പഴിചാരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും ഒക്കെ പ്രതിഷേധങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യത കൂടി ഈ ഘട്ടത്തിൽ നമുക്ക്
തള്ളിക്കളയാൻ കഴിയില്ല. അത്രയേറെ ജനങ്ങൾ ഭീതിയിലാണ്. എല്ലാവരും പറയുന്നത് ഈ തെരുവ് നായയെ കണ്ടെത്തി അതിനെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് ആളുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിയമപരമായ തടസ്സമുണ്ട്. ഈ തെരുവ് നായകളെ കൊല്ലുക എന്നത് നിയമപരമായി തെറ്റാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവയെ പിടികൂടി പ്രത്യേക ഷെൽട്ടറിലേക്ക് മാറ്റുക എന്നത് മാത്രമാണ് ചെയ്യാൻ കഴിയുക. അതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തി വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്. കൃഷ്ണേന്ദു.